മുൻഷീസ് എക്സാമിനേഷൻ, പിന്നെ അഫ്ദലുൽ ഉലമ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഈ ഒരു അഭിരുചി ഉള്ളതുകൊണ്ടാണ്. മുൻഷി പരീക്ഷയ്ക്ക് എഴുതുക അല്ലെങ്കിൽ അഫ്ദലുൽ ഉലമ പരീക്ഷയ്ക്ക് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രതികൂല സാഹചര്യമായിരുന്നു ആ കാലത്ത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അതൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ തലയണ്ട ചോട്ട് കിതാബ് വെച്ചുകൊണ്ടൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാകുക. അന്ന് ചെയ്യുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഈ വിദ്യാർത്ഥിയുടെ ഭാവി അപകടത്തിലാകും എന്ന് ഉസ്താദുമാർ ഭയപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നമ്മൾ അൽഹംദുലില്ലാഹ് അപ്പോൾ ഈ അഫ്ദലുൽ ഉലമക്ക് എഴുതാനൊക്കെ ഹൈദർസ് ഉസ്താദ് അറിയുന്നുണ്ടായിരുന്നു. ഉസ്താദ് അങ്ങനെ ഒരു ആശങ്ക അതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്കത് പ്രോത്സാഹനമായി. ആദ്യമായി അറബിയിൽ രചിച്ച ഒരു ഗ്രന്ഥം ഫിഖ്ഹുൽ അത്ഫാൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ജാമിയ നൂരിയക്ക് പിരിവിന് നടക്കുന്ന സംഘം മൗലാനയുടെ അടുത്ത് വന്നു. അപ്പോൾ മൗലാന അബ്ദുൽ വാലി മുസ്ലിയാർ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഒന്നുമില്ല, എൻ്റെ കിതാബ് ഒരു 500 കോപ്പി ഇവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് തരാം, നിങ്ങൾ വിറ്റിട്ട് അതിൻ്റെ പൈസ ഇതിനെടുത്തോളൂ എന്നാണ് അവർക്ക് കൊടുത്തു. രചനകളെപ്പറ്റി പറയുമ്പോൾ അൽഹംദുലില്ലാഹ് അറബി ഭാഷയിലും ചില എളിയ സംഭാവനകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അറബി ഭാഷയുമായി ചെറുപ്പം മുതലേ ഒരു അഭിനിവേശമുണ്ട്. അപ്പോൾ അതിങ്ങനെ അൽഹംദുലില്ലാഹ് വളർത്തപ്പെടാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ചിലത് ബോധപൂർവം തന്നെ ചെയ്ത് അങ്ങനെയാണ് ഭാഷയിൽ ഒരു കഴിവുണ്ടായത്. വിദ്യാഭ്യാസ സംവിധാനത്തിൽ നഹ്വുൽ വാളിഹ് അതിൽ പ്രധാന പങ്ക് വഹിച്ച ഘടകം. അതിലുള്ള എക്സസൈസ്, ഈ തമാരീൻ, തംരീനാത്തുകൾ, അതേപോലെ തന്നെ അറബി പരീക്ഷകൾ, അറബി മുൻഷീസ് എക്സാമിനേഷൻ, പിന്നെ അഫ്ദലുൽ ഉലമ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഈ ഒരു അഭിരുചി ഉള്ളതുകൊണ്ടാണ്. മുൻഷി പരീക്ഷയ്ക്ക് എഴുതുക അല്ലെങ്കിൽ അഫ്ദലുൽ ഉലമ പരീക്ഷയ്ക്ക് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രതികൂല സാഹചര്യമായിരുന്നു ആ കാലത്ത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അതൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ തലയണ്ട ചോട്ട് കിതാബ് വെച്ചുകൊണ്ടൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാകുക. അന്ന് ചെയ്യുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഈ വിദ്യാർത്ഥിയുടെ ഭാവി അപകടത്തിലാകും എന്ന് ഉസ്താദുമാർ ഭയപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പലരുടെയും ജീവചരിത്രം, ജീവിത അനുഭവങ്ങൾ അതിന് നഗ്ന സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. പള്ളിദർസിൽ ഓതിയിട്ട് പിന്നെ മുൻഷിയായി അല്ലെങ്കിൽ അറബിക് ടീച്ചറായി പിന്നെ മാഷായി വരുന്ന ആളുകളൊക്കെ പലപ്പോഴും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ച് വരുന്നവരുണ്ട്. ആദ്യം അവരെ കൊണ്ട് മുൻഷി എന്നാണ് പറഞ്ഞത്, പിന്നെ അറബിക് ടീച്ചർ എന്നാണ് പിന്നെ കുറേ കാലം പറഞ്ഞത്. അതുകൊണ്ടും അവരിൽ പലരും തൃപ്തിപ്പെടാത്തതുകൊണ്ടാണ് പിന്നെ മാഷായത്. പഠിപ്പിക്കൽ അറബിയായിരിക്കും, പക്ഷെ മാഷ് എന്ന് പറഞ്ഞാലാണ് അവർ സായുജ്യമടയുക. ബാക്കിയുള്ളവരൊക്കെ മാഷ് എന്ന് വിളിക്കുമ്പോൾ പിന്നെ വേറെ പേര് വിളിക്കണെന്താ എന്ന നിലക്ക് അവരും ആ മാഷ് എന്നുള്ള സംജ്ഞ തിരഞ്ഞെടുത്തു. അപ്പോൾ പിന്നെ അവർ ആശയവ്യതിയാനം, അത് സാഹചര്യങ്ങൾ കുറേ അങ്ങനെയാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകും പലരും, അവിടെ ഈ ഉൽപ്പതിഷ്ണുക്കൾ അവരുടെ ആശയപ്രചരണത്തിന് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് മുതലേ അങ്ങനെയാണ്. അപ്പോൾ അതിൽ ബിളായത്ത് കുറഞ്ഞ ആൾക്കാർ എന്നാൽ കൈവശം വിജ്ഞാനം കുറവായതുകൊണ്ട് അവരതിൽ വീണു പോകും. ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ പരീക്ഷകളൊക്കെ നിരുത്സാഹപ്പെടുത്തിയത് കുട്ടികൾ ഭാവിയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്ന് ഭയന്നത് കൊണ്ടാണ് ഉസ്താദന്മാർ അങ്ങനെ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചതെന്ന് പറയാനാണ്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് അപ്പോൾ ഈ അഫ്ദലുൽ ഉലമക്ക് എഴുതാനൊക്കെ ഹൈദർസ് ഉസ്താദ് അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഉസ്താദ് അങ്ങനെ ഒരു ആശങ്ക അതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കത് പ്രോത്സാഹനമായി. അഫ്ദലുൽ ഉലമ എൻട്രൻസിന് പകരം ഞാൻ നേരത്തെ എഴുതിയ പരീക്ഷ നിൽക്കുമായിരുന്നു. പിന്നെ പ്രിലിമിനറിയാണ് പിന്നെ എഴുതേണ്ടത്. സാധാരണ അഫ്ദലുൽ ഉലമക്ക് എൻട്രൻസ്, പ്രിലിമിനറി, ഫൈനൽ 3 സ്റ്റേജാണ്. പിന്നെ പ്രിലിമിനറി എഴുതി, പിന്നെ അഫ്ദലുൽ ഉലമ എഴുതി. ഇതൊന്നും പാഠപുസ്തകങ്ങൾ ശരിക്കും വായിക്കാതെ, പാഠപുസ്തകങ്ങളുടെ അസ്തിത്വം പോലും ഇല്ലാതെയാണ് നമ്മൾ പരീക്ഷ എഴുതിയിട്ടുള്ളത്. പല പുസ്തകങ്ങളും കിട്ടൂല. അത് വ്യവസ്ഥാപിതമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളിൽ പോലും ആ കിതാബുകളുടെ ടെക്സ്റ്റ് കിട്ടൂല. പിന്നെ അധ്യാപകന്മാർ കുറിപ്പെടുത്തിട്ട് പഠിപ്പിക്കല എന്ന് പറഞ്ഞാൽ പല കിതാബുകളും അറബ് നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ നാട്ടിലതിനെ പറ്റിയ കിതാബുകൾ വിരചിതമായിട്ടുണ്ടായിരുന്നില്ല. ആ പശ്ചാത്തലത്തിൽ തന്നെ ഉള്ളിടത്തുനിന്ന് ആ കിതാബ് ആശ്രയിക്കലെ സിലബസ് ഉണ്ടാക്കുന്നവർക്ക് വഴി ഉണ്ടായിരുന്നുള്ളൂ, ഗത്യന്തരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ആ കിതാബ് കയ്യിൽ വെച്ചു. പക്ഷേ കിതാബോട് വാങ്ങാൻ കിട്ടൂല. അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ്. താരീഖുൽ അദബി അറബി അഫ്ദലുൽ ഉലമ ഫൈനൽ പരീക്ഷയ്ക്ക് പഠിക്കണം. ഉദാഹരണം, അതിന് ജോർജ് സെയ്ദാൻ്റെ കിതാബാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിർദ്ദിഷ്ട ഗ്രന്ഥം 4 തടിച്ച വാള്യങ്ങളാണ്.
ആ താല് തടിച്ച വാള്യം വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് പഠിക്കാൻ കഴിയില്ല, സമയം ഉണ്ടാവില്ല. മാത്രമല്ല അതിൻ്റെ ചില ഭാഗങ്ങളെ ഉണ്ടാവുള്ളൂ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് മെനക്കെട്ടറിവിന് പിന്നാലെ കൂടൂല. അങ്ങനെയുള്ളൊരു പശ്ചാത്തലമായിരുന്നു എന്നാണ് പറഞ്ഞത്. താരിഖുൽ അദബിൽ അറബി ഉദാഹരണം. അപ്പോൾ പിന്നെ ഏതെങ്കിലും വഴിക്ക് മറ്റു നിലക്ക് സിലബസ് സഹായകമായ ഏതെങ്കിലും കിതാബ് കിട്ടുകയാണെങ്കിൽ അത് വായിക്കും. അല്ലെങ്കിൽ ഉള്ള അറിവൊക്കെ വെച്ച് ഗവേഷണമൊക്കെ നടത്തിയിട്ട് അങ്ങോട്ട് എഴുതും. അങ്ങനെയൊക്കെയാണ് പരീക്ഷ എഴുതുക. ഏതായാലും അൽഹംദുലില്ലാ അഫ്ളലുൽ പരീക്ഷ എഴുതി. അപ്പോൾ അറബി ഭാഷയുമായുള്ള ബന്ധം സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഭാഷ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 1978 UAE നിന്ന് വന്ന അറബികളുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത്. അത് ഭാഷയുമായുള്ള ഈ ബന്ധം കൊണ്ടാണ്. പിന്നെ അറബികൾ വരുമ്പോൾ സംസാരിക്കുക, അറബിയിൽ കത്തെഴുതാനൊക്കെ പലരും നമ്മളെ ആശ്രയിക്കാറുണ്ട്. അൽഹംദുലില്ലാ പള്ളിപ്പണിക്ക് അല്ലെങ്കിൽ മദ്രസയുടെ പുനർനിർമ്മാണത്തിന് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ധാരാളം അറബിയിലുള്ള കത്തുകൾ മറ്റ് നമ്മുടെ സഹോദരങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയ പുണ്യകർമ്മം തന്നെയാണ്. അപ്പോൾ ഈ അറബി ഭാഷയുടെ നമ്മളുമായുള്ള ഈ ബാന്ധവം അതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വഴിതെളിച്ചത്. ഏതാണെങ്കിൽ 1986 ദാറുൽ ഹുദ തുടങ്ങിയിട്ട് അതിന് ചില പാഠപുസ്തകങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ കാരണത്താൽ തന്നെ ചിലപ്പോൾ വിഷയത്തിലുള്ളൊരു ഗ്രന്ഥം വളരെ വലിയതായിരിക്കും, വലിപ്പം കൂടുതലുള്ളതായിരിക്കും. അത് ക്ലാസ്സിൽ വെച്ചിട്ട് ആവശ്യമായ വിഷയങ്ങൾ പഠിപ്പിക്കാൻ പ്രയാസമുണ്ടായിരിക്കും. ചില വിഷയങ്ങൾ ആവശ്യമായ ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ടാവില്ല, നമ്മളെ ആവശ്യത്തിന് പറ്റിയത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ദാറുൽ ഹുദയിലും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിങ്ങനെ ക്രമേണ പല രീതിയിൽ പരിഹരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യമായി അറബിയിൽ രചിച്ച ഒരു ഗ്രന്ഥം ഫിഖ്ഹുൽ അത്ഫാൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ദാറുൽ ഹുദയിലെ ആദ്യ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖ്ഹ് പഠിക്കാൻ വേണ്ടിയാണ് അത് ഉണ്ടാക്കിയത്. 1996 കോഴിക്കോട്ട് ചേർന്നൊരു സമസ്ത സമ്മേളനത്തിൽ മാനു മുസ്ലിയാരാണ് പ്രകാശനം ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനു മുസ്ലിയാരുള്ള ബന്ധം വെച്ച് ഞാൻ കിതാബ് പ്രകാശനം ചെയ്യാണ്ടാകുമ്പോൾ അദ്ദേഹം സസന്തോഷം സ്വീകരിച്ച് സമസ്തയുടെ സമ്മേളനം ഇവിടെ വെച്ച് ആക്കാന്നൊക്കെ പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ചാൽ അവസരമൊരുക്കി തന്നത് മാനു മുസ്ലിയാരാണ്. 96 പ്രകാശിതമായ ആ ഗ്രന്ഥം അൽഹംദുലില്ലാ ഇന്നും അത് ഉപയോഗപ്പെടുത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറുൽ ഹുദയിൽ മാത്രമല്ല, വളരെ വിപുലമായ പ്രചാരണം അതിന് ലഭിച്ചു. കാരണം ഈ മുബ്തദിഈങ്ങൾക്ക് പള്ളി ദർസിൽ പഠിക്കാൻ വരുന്ന തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് ഫിഖ്ഹ് പഠിക്കാൻ തത്തുല്യമായൊരു ഗ്രന്ഥം വേറെ ഉസ്താദന്മാർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് കാരണം. അതിലെ ലളിതമായ ഭാഷ, അതിൻ്റെ സവിശേഷമായ അവതരണ ശൈലി, ഇതൊക്കെ അതിൻ്റെ ഉപഭോക്താക്കളുടെ വിശേഷണങ്ങളാണ്. അതൊക്കെ കൊണ്ട് പള്ളി ദർസുകളിലും മറ്റു മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അൽഹംദുലില്ലാ ഫിഖ്ഹുൽ അത്ഫാൽ ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര വരെയാണ് നമ്മുടെ ചില ഉയർന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചെറിയ ക്ലാസ്സിലത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവരത് പബ്ലിസിറ്റി കൊടുക്കില്ല. ഫിഖ്ഹ് എന്നവിടെ എഴുതുള്ളൂ, കിതാബിൻ്റെ പേരോ അല്ലെങ്കിൽ ഓതറുടെ പേരോ ഒന്നും എഴുതില്ല. എഴുതാനൊന്നും ഉണ്ടായിട്ടും അറിയില്ല. അങ്ങനെ പ്രചുരമായ പ്രചാരണം അതിന് ലഭിച്ചു. അൽഹംദുലില്ലാ കുട്ടികൾക്ക് ഫിഖ്ഹ് പഠിക്കാൻ അത് ഫിഖ്ഹിലെ ഇബാദാത്ത് മാത്രമേ അതിലുള്ളത്. ഇബാദാത്ത് തന്നെ മുഴുവല്ല. നിസ്കാരം കഴിച്ചതിന് ശേഷമുള്ളതൊക്കെ ലഘുവായിട്ടേ പരാമർശിച്ചിട്ടുള്ളൂ. ആ കുട്ടികളുടെ അവസ്ഥ പരിഗണിച്ചാണ് അങ്ങനെ ഒരു ശൈലി സ്വീകരിച്ചത്. വിപുലമായി എഴുതണമെന്നുണ്ടായിരുന്നു ഓരോ ബാബും. നിസ്കാരത്തിന് ശേഷമുള്ള ഓരോ ബാബും ആ ശൈലിയെ എഴുതണം എന്നതിന് പക്ഷേ കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ സമയക്കുറവും പ്രതികൂല ചുറ്റുപാടുകൾക്ക് കാരണം. അപ്പോൾ ഫിഖ്ഹുൽ അത്ഫാൽ ആണ് ഒരു രചന. അതിൽ 100-110 പേജൊക്കെ ഉണ്ടത്. മറ്റൊന്ന് റിയാദുസ് സാലിഹീൻ്റെ ഒരു ഇഖ്തിസാർ, മുഖ്തസർ റിയാദുസ് സാലിഹീൻ. കാരണം റിയാദുസ് സാലിഹീൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതിൻ്റെ സ്ഥൂലത, അതിൻ്റെ ഉള്ളടക്കം അധികമായതുകൊണ്ട് അതൊന്ന് സംഗ്രഹിക്കേണ്ട സാഹചര്യം വന്നു. അതും ആ സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ ദാറുൽ ഹുദയിലെ പാഠ്യപുസ്തകമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അതും അൽഹംദുലില്ലാ പിൽക്കാലത്ത് ദാറുൽ ഹുദ അല്ലാത്ത മറ്റു പലരും ഉപയോഗപ്പെടുത്തി വന്നു. കാരണം റിയാദുസ് സാലിഹീൻ ഒരുപാട് വലിപ്പമുണ്ട്, ധാരാളം ഹദീസുകളുണ്ട്. അത്തരം ഹദീസുകളൊക്കെ ഓരോന്നും മറികടന്ന് പോകണമെങ്കിൽ കാലം ഒരുപാട് പിടിക്കും. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ കാലം കിട്ടുകയുമില്ല. ഈ സാഹചര്യമൊക്കെ വെച്ചാണ് മുഖ്തസർ റിയാദുസ് സാലിഹീൻ ഒറ്റ വാള്യത്തിലുള്ള ഒരു ചെറിയ ഗ്രന്ഥമാണ്. വേറെ ചെറിയ കിതാബിൻ്റെ അമൽ അയ്യുഹൽ വലദുൽ മുഹിബ്, ഇമാം ഗസാലിയുടെ കിതാബുണ്ട്, സുപ്രസിദ്ധമായ ഗ്രന്ഥം അയ്യുഹൽ വലദുൽ മുഹിബ്. അയ്യുഹൽ വലദ് എന്നുള്ള പേരാണ് അറിയപ്പെടൽ. ദാറുൽ ഹുദയിലെ പാഠ്യപദ്ധതിയിൽ
അതുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടി ചില അടിക്കുറിപ്പുകളൊക്കെ ചേർത്തുകൊണ്ട് ചില അസ്പൃശ്യതയുള്ള സ്ഥലങ്ങൾ, സ്പഷ്ടത കുറഞ്ഞ സ്ഥലങ്ങൾ അത് സ്പഷ്ടമാക്കി വിശദീകരിച്ചുകൊണ്ട് ഒക്കെ തയ്യാറാക്കിയ ഒരു തഹ്ഖീഖാണ് അയ്യുഹൽ വലതുൽ മഹിബ്. മറ്റു പലരും അങ്ങനെയുള്ള പല പണിയും ചെയ്തിട്ടുണ്ട്. ആ കിതാബിനെ പറ്റി ശർഹ എഴുതിയവരുണ്ട്, വ്യാഖ്യാനം എഴുതിയവരുണ്ട്, കുറിപ്പാത്ത് എഴുതിയവരുണ്ട്, താരീഖാത്ത്. കാരണം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ കാലത്തിലുള്ള വിദ്യാർത്ഥികളെ കണ്ടുകൊണ്ട് തൻ്റെ ഒരു ശിഷ്യന് വേണ്ടി എഴുതുന്ന രൂപത്തിലാണത് ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത്, മതവിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചതിന് വലിയ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്, അംഗീകാരമുണ്ട്. കുട്ടികളുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ, അവതരണ രീതികൾ, കഥനങ്ങൾ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും. പിന്നെ വേറൊരു കിതാബുള്ളത് ഖിതാഫു സിമാരിൽ മൽഖൈൻ എന്നാണ് അതിൻ്റെ പേര്. ഖിതാഫു സിമാരിൽ മൽഖൈൻ. ഈ കിതാബ് ഇങ്ങനെ രചിക്കാനുള്ള പ്രചോദനമായത്, കിതാബിൻ്റെ പേര് ഖിതാഫു സിമാരിൽ മൽഖൈൻ ഫി ഷർഹി കിതാബി സിഹാഹി ശൈഖൈൻ എന്നാണ്. ഈ സിഹാഹു ശൈഖൈൻ എന്നുള്ള കിതാബ് സമസ്തയുടെ 20 കൊല്ലക്കാലം വൈസ് പ്രസിഡൻറ്റും പിന്നെ 20 കൊല്ലം പ്രസിഡൻറ്റുമായ മൗലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ ജമ്മ ചെയ്ത ഒരു കിതാബാണ് കിതാബു സിഹാഹി ശൈഖൈൻ. അദ്ദേഹം ഒരൊറ്റ എഡിഷനെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. 1964 ആരംഭത്തിലൊക്കെ ആയിരിക്കും അത്. 1965 ഏകദേശം മധ്യത്തിലാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. അപ്പോൾ ഈ കിതാബ് ഇങ്ങനെ പഴയ കാലമല്ലേ, അതിങ്ങനെ കല്ലച്ച് എന്ന് പറയുന്ന ഒരു പ്രിൻറ്റിങ് സംവിധാനമാണ്. കല്ലച്ച്, കല്ല് കൂട്ടണോ അച്ച്, ഒരു മാറ്റർ കല്ലിലേക്ക് പകർത്തിയിട്ട്, പ്രത്യേക ഒരു കല്ല, അത് പ്രസ്സിൽ കയറ്റിയിട്ട് അതിങ്ങനെ അടിക്കല. ആ രീതിയിലാണ് അത് അച്ചടിച്ചിരുന്നത്. 1000 കോപ്പിയാണ് അടിച്ചിരുന്നത്. കുറേ കോപ്പികളൊക്കെ വിൽപ്പനയായിട്ടും അല്ലാതായിട്ടൊക്കെ വിതരണം ചെയ്യപ്പെട്ട് അവസാനം ഒരു 500 കോപ്പി ബാക്കിയുണ്ടായിരുന്നു. ഈ 500 കോപ്പി അവസാനം എന്ന് പറഞ്ഞാൽ മൂപ്പരെ വഫാത്തിന് മുമ്പായിട്ട് ജാമിഅ നൂരിയയുടെ തുടക്കകാലത്ത് ജാമിഅ നൂരിയക്ക് പിരിവിന് നടക്കുന്ന സംഘം മൗലാനയുടെ അടുത്ത് വന്നു. സ്ഥാപനം തുടങ്ങുന്ന കാലത്ത് ചിലവ് കുറേ ഉണ്ടാവും, പൈസ പിരിക്കാൻ. അപ്പോൾ മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഒന്നുമില്ല, എൻ്റെ കിതാബ് 500 കോപ്പി ഇവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് തരാം, നിങ്ങൾ വിറ്റിട്ട് അതിൻ്റെ പൈസ ഇതിനെടുത്തോളിന്നാണ് അവർക്ക് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ഈ രംഗത്തേക്ക് വരുമ്പോൾ ആ കിതാബിൻ്റെ കോപ്പികൾ ലഭ്യമല്ല, നിശേഷം നോട്ട് അവൈലബിളാണ്. പക്ഷേ ആ കിതാബ് കിട്ടാനും കാണാനും ഉപയോഗപ്പെടുത്താനുള്ള അതീവ താല്പര്യം കൊണ്ട് ഞാനൊരു കിതാബ് കരസ്ഥമാക്കിയിരുന്നു. വാളക്കുളത്തുള്ള ചില ആളുകൾ പഴയ കാലത്ത് കോപ്പികൾ വാങ്ങി വെച്ചത് അവരുടെ നിന്ന് ഞാൻ സമ്പാദിച്ചതായിരുന്നു. ആ കോപ്പി ഇന്നും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ കോപ്പി ഇങ്ങനെ കാണുകയും ബന്ധപ്പെടുകയും മൗലാനക്ക് നമ്മുടെ സമൂഹത്തിലുള്ള സ്വാധീനം, സ്ഥാനം, പദവി, അംഗീകാരം ഇതൊക്കെ ആലോചിക്കുകയും ചെയ്തപ്പോൾ അതൊന്ന് ഹയാത്താക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ആ കിതാബ് ഏകദേശം മിഷ്കാത്തിൻ്റെ ശൈലിയിലുള്ള ഫിഖ്ഹി സംവിധാനമാണ്, ഫിഖ്ഹി ക്രമീകരണങ്ങളാണ് അധ്യായങ്ങളിലൊക്കെ. അങ്ങനെ ചെറിയൊരു ഷർഹ എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ അതിന് പേര് ഖിതാഫു സിമാരിൽ മൽഖൈൻ ഫി ഷർഹി കിതാബി സിഹാഹി ശൈഖൈൻ എന്നാണ്. അപ്പോൾ ഈ മൽഖ് പറഞ്ഞാൽ അങ്ങനെ പ്രചാരത്തിലുള്ള വാക്കല്ല. പല അറബികളും തന്നെ പണ്ഡിതന്മാർക്കൊക്കെ കൊടുക്കുമ്പോൾ അത് മൽഖ് എന്ന് ചോദിക്കും. അപ്പോൾ ഈ ശൈഖൈൻ എന്നുള്ളതിനോടൊരു പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ഒരു പദം കണ്ടുപിടിച്ച് നമ്മൾ ഇട്ടതാണ്. മൽഖ് പറഞ്ഞാൽ രാത്രിയും പകലുമുള്ള സഞ്ചാരം നടത്തും. അപ്പോൾ രാത്രിയും പകലുള്ള നമ്മുടെ ശ്രമങ്ങളിലൂടെ രൂപം കൊണ്ടാണ് കിതാബ് എന്നാണ് മുറാദ്. ആ മൽഖിൻ്റെ സിമാറായിട്ടുള്ള ആ പഴങ്ങളൊക്കെ നമ്മൾ പറിച്ച് ക്രോഡീകരിച്ചതാണ് കിതാബ്. ആ പേരിൻ്റെ അർത്ഥം ഖിതാഫു സിമാരിൽ മൽഖൈൻ ഫി ഷർഹി കിതാബി സിഹാഹി ശൈഖൈൻ. അപ്പോൾ പ്രാസം ഒപ്പിക്കാൻ നമ്മൾ ശ്രമം നടത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് പ്രാസം വളരെ സുന്ദരമായി. സിഹാഹു ശൈഖൈൻ, സിഹാഹ് ആ സ്ഥാനത്ത് ഖിതാഫ് ഒരേ വചനാണ്. കിതാബു സിഹാഹി ശൈഖൈൻ എന്നാണ് മൗലാന പേരിട്ടത്. കിതാബിൻ്റെ സ്ഥാനത്ത് ഖിതാഫ് വന്നു. സിഹാഹു ശൈഖൈനിലെ സിഹാഹിൻ്റെ സ്ഥാനത്ത് സിമാർ വന്നു. മൽഖൈൻ്റെ സ്ഥാനത്ത് ശൈഖൈൻ വന്നു. ആ പേരിനെ പറ്റി എൻ്റെ ആദ്യ പേജിൽ പറയുന്നുണ്ട് എന്താണ് ഈ മൽഖ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഏതായാലും അൽഹംദുലില്ലാഹ് അത് ഒരു ഷാഫിഈ മസ്ലക്കനുസരിച്ച് ഫിഖ്ഹി ക്രമീകരണം അനുസരിച്ചാണ് കിതാബിൻ്റെ സ്വഭാവമുള്ളത്. അങ്ങനെ തന്നെ നമ്മളതിന് ഷർഹ് എഴുതിയത്.
അപ്പോൾ അങ്ങനെയുള്ളൊരു കിതാബുണ്ട്. കിതാബ് ആദ്യത്തെ എഡിഷൻ തന്നെയാണ് ഇപ്പോഴുള്ളത്. കുറേ കോപ്പികളൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ വലിയന്മാർക്കൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് രചനകളുടെ അവസ്ഥ. ഈ കിതാബുകളുടെ ഉപയോഗം പൊതുവിൽ നമ്മുടെ സമുദായത്തിൽ കുറവാണ്. കിതാബുകളുടെ അതായത് മൗലവിമാരെ കിതാബ് ഉപയോഗപ്പെടുത്തുള്ളൂ, ഒന്ന് വാങ്ങുള്ളൂ, സൂക്ഷിക്കുള്ളൂ. അവർക്കാണെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങാൻ കുറേ ദുഷ്കരമായിരിക്കും. അവരുടെ സാഹചര്യം, സാമ്പത്തിക ചുറ്റുപാടുകൾ അങ്ങനെ ആയതുകൊണ്ട് വാങ്ങൽ കുറവാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ലൈബ്രറികളിലേക്ക് നമ്മുടെ വകയായിട്ടാണ് ആ കിതാബ് എത്തിക്കുക ചെയ്യുക. അതുപോലെ സംഘടനകളുടെ ആസ്ഥാനത്ത് പ്രസിദ്ധരായ പണ്ഡിതന്മാർക്ക് തുടങ്ങിയവർക്കൊക്കെ നമ്മളത് അതിൻ്റെ കോപ്പി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരെ കണ്ടാൽ, അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു ലൈബ്രറി കണ്ടെത്തിയാൽ നമ്മളവിടെ എത്തിച്ചു കൊടുക്കും. കാരണം നമ്മുടെ കേരളീയനായ ഒരു പണ്ഡിതൻ്റെ സംഭാവന കേരളീയ സമുദായത്തിന് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മുസ്ലിം സമുദായത്തിനും ഉപകാരപ്പെടണം, ഫലപ്പെടണം എന്ന നിലക്കാണ് നമ്മളത് അവിടങ്ങളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ കിതാബുകളൊക്കെ ഏറെക്കുറെ റാഹത്തായിട്ട് റിലീസായി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉപയോഗം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹിത്യ മേഖലയിലെ പങ്കാളിത്തമാണ്, വിനീതമായ പങ്കാളിത്തമാണ് ഈ ഉള്ളവനുള്ളത്. അതിലൊക്കെ ബർക്കത്തുണ്ടായ ഞങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു തആല ഖൈർ, ബർക്കത്ത്, നന്മ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരംഭ നാളുകളിൽ, കൊല്ലങ്ങളിൽ വീട്ടിൽ കറണ്ടില്ല, പരിസരത്തുള്ള വീടുകളൊന്നുമില്ല കറണ്ട്. അപ്പം മണ്ണെണ്ണ വെളിച്ചത്തിലാണ് വായിച്ചിരുന്നത്. അപ്പം എൻ്റെ കണ്ണിന് പിൽക്കാലത്ത് കാഴ്ച കുറഞ്ഞത് അതുകൊണ്ടായിരുന്നു എന്ന് നമ്മളെ കുടുംബത്തിലുള്ള പലരും പ്രവചിക്കാറുണ്ട്. ജാമിഅ നൂരിയയിലായപ്പോഴാണ് നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ വിശ്വവിജ്ഞാന കോശം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. നമ്മൾ സെക്രട്ടറി നിന്നാണ്. അപ്പോൾ ഉടനെ നൂറുൽ ഹുദ അതിൻ്റെ ഒരു വരിക്കാരനായി ബുക്ക് ചെയ്തു. ഓരോ വാള്യം പുറത്തിറങ്ങുമ്പോഴും ആ വാള്യം ജാമ്യയിലെത്തും, നൂറുൽ ഉലമ ലൈബ്രറി. ഇങ്ങനെ ഭാഷാപരമായുള്ള ഈ താല്പര്യവും അഭിരുചിയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെയായിരുന്നു ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിബിനെ കാണാനുള്ള അഭിനിവേശം ജനിച്ചത്. കേരളത്തിന് പുറത്തു പോയാൽ ഒരേ സ്റ്റേറ്റിൽ തന്നെ ഒന്നിലധികം ഭാഷകളുണ്ടാവും. 5, 6, 7, 8, 10 ഭാഷ ഉണ്ട് ഡൽഹിയിൽ. അതേസമയം ഒരു 40 കൊല്ലം മുമ്പ് ഉറുദു ഭാഷയുമായി വളരെ അകലെയായിരുന്നു നമ്മുടെ കേരളം. ആ പാരമ്പര്യം ഭഞ്ജിച്ചത്, ആ പാരമ്പര്യം ലംഘിച്ചത് ദാറുൽ ഹുദയാണ്.